ഹലോ ഫ്രണ്ട്സ്. ഹലോ ഫ്രണ്ട്സ് പറഞ്ഞേ. ഹലോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഹെയർ മാസ്ക് അല്ലെങ്കിൽ ഹെയർ പാക്ക് ആയിട്ടാണ് കേട്ടോ. നമുക്ക് സലൂണിലൊക്കെ പോയിട്ട് ഹെയർ സ്പാ ഒന്നും ചെയ്യാൻ ടൈമില്ലാത്തവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു എഗ്ഗും ഒരു നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം എന്നൊക്കെ പറയില്ലേ, അതാണ് വേണ്ടത്. എഗ്ഗ് നമുക്കറിയാമല്ലോ, ഹൈ റിച്ച് പ്രോട്ടീനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് വരാം. അപ്പം നന്നായിട്ടൊരു ബ്ലെൻഡറിൽ മിക്സിയിൽ നന്നായിട്ട് അടിച്ച് ചൂടാവണ വരെ അടിക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ മിക്സി ചൂടാവില്ലേ, അപ്പോൾ അങ്ങനെ ചൂടാവുന്ന വരെ അടിക്കണം. അതുകൊണ്ടാണ് നമ്മൾ മിക്സിയിൽ തന്നെ അടിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലഫി ആയിട്ട് ഇങ്ങനെ പതഞ്ഞിങ്ങനെ വരും. അതുമാത്രമല്ല, ഇതിനൊരു ചൂടുണ്ടാവും. ആ ചൂട്ടോടെ തന്നെ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് സലൂണിലൊക്കെ പോയിട്ട് ഹെയർ സ്പാ ഒന്നും ചെയ്യാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടം ഇതൊക്കെ ഇങ്ങനെ ചെയ്താലും മതിയാവും. നമ്മുടെ ഹെയറിന് ആവശ്യമായുള്ള പ്രോട്ടീനൊക്കെ ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് അടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ചൂട്ടോടെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഹെയറൊക്കെ നന്നായിട്ട് എന്താ പറയുക ഡീടാങ്കിൾ ചെയ്ത് ഒരു ചെറുതായിട്ടൊരു ഓയിൽ മസാജൊക്കെ ചെയ്യണം. ഓയിൽ മസാജ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാക്കൊക്കെ ഇടുമ്പോൾ ഹെയർ ഡ്രൈ ആവും. ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, മുടി പൊട്ടി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഒരല്പം ഓയിൽ സ്കാൽപ്പിൽ മസാജ് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ ഇപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് 2 ദിവസത്തിന് മേലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എൻ്റെ സ്കാൽപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ദിവസമൊക്കെ ആയിട്ട് വരുമ്പം ഓയിൽ പ്രൊഡക്ഷൻ കൂടി ഒരു ഓയിൽനെസ് പോലെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഓയിൽ ചെയ്യുന്നില്ല. ഞാൻ ഡയറക്റ്റായിട്ട് ഡീടാങ്കിൾ ചെയ്തിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഇങ്ങനെ വൈറ്റ് ടൂത്തായിട്ടുള്ള ഒരു കോമ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഈരി കൊടുക്കും. ഈരിയതിന് ശേഷം നമുക്ക് വകച്ചിലെടുത്തോ കൈവച്ചോട്ടോ എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന നമുക്ക് ബോട്ടിൽസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ നമുക്ക് മടി കൂടാണ്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തോ നോക്കിയിട്ട് കാണാനില്ലേ ഗൈസ്. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് ഇങ്ങനെ വകച്ചിലെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോരോ പോർഷൻസിലും നമുക്കിങ്ങനെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് തന്നിട്ടിങ്ങനെ ഇച്ചിരി എന്താ പറയുക ഫ്ലഫി നമ്മുടെ കേക്കിൻ്റെയൊക്കെ ബാറ്റർ പോലെയാണ് കേട്ടോ, മുട്ടയായതുകൊണ്ടേ. പിന്നെ നമ്മൾ അടിക്കും തോറും ബീറ്റ് ചെയ്യും തോറും നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും. കട്ടിയുള്ളതല്ല. പിന്നെ ഞാൻ എൻ്റെ ചെറിയ ബ്ലെൻഡറിൽ അങ്ങനെ കേടായ കാരണം രണ്ടാമത്തെ ബ്ലെൻഡറിലാണ് അടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് പഴത്തിൻ്റെ ഒരു ചെറിയ ഇങ്ങനെ ഒരു പീസ് പോലെയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവുമോ എന്ന് അറിയില്ല, ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് കിട്ടാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിൽ, ചട്നി ജാറിലിട്ടിട്ട് ചമ്മന്തി പൊടിയൊക്കെ ഉണ്ടാക്കില്ല, ആ ജാറിൽ ഏറ്റവും ചെറിയ ജാറിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മുട്ടയുടെ വൈറ്റ് പോർഷൻ മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ യെല്ലോ പോർഷനും കൂടി എടുക്കുമ്പോൾ ഒരു ജാതി ബാഡ് സ്മെല്ല് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഷാമ്പൂ കൂടെ ഇടേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആ ഒരു റിസൾട്ട് അങ്ങനെ പോകുമെന്ന് വെച്ചിട്ട് ഞാൻ മുട്ടയുടെ വൈറ്റ് പോർഷൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതും നമ്മുടെ നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. ആക്ച്വലി ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ കൊടുത്ത് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ തന്നെയാണ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനത് പിന്നെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ നല്ല മഴയുണ്ടായിരുന്നു. മഴ മാറിയിട്ടുണ്ടെങ്കിലും ചെറുതായിട്ടെങ്കിലും ഇങ്ങനെ തുളി നിൽക്കുന്നുണ്ടായതുകൊണ്ട് വോയിസ് ഞാൻ നോക്കിയപ്പോൾ ക്ലാരിറ്റി ഇല്ല. മഴയുടെ ശബ്ദമാണ് കൂടുതൽ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ സ്കാൽപ്പിലും ഹെയറിലും എല്ലായിടത്തും നന്നായിട്ട് ഈ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം വല്ലാണ്ട് തിക്കായിട്ടുള്ളതല്ലാത്ത കാരണം നമുക്ക് അപ്ലൈ ചെയ്ത് അപ്പോൾ തന്നെ മസാജ് ചെയ്യാം, ഇത് ഉറക്കണതിന് മുന്നേ. എന്നിട്ടൊന്ന് നമ്മൾ കെട്ടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഈ പാക്ക് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മുടി പൊട്ടി പോവുക, അതുപോലെ തന്നെ മുടിയുടെ തുമ്പ് വശം കനം കുറഞ്ഞു പോവുക, അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ പ്രോട്ടീൻ കുറവുള്ളവർക്കൊക്കെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ സ്കാൽപ്പ് ടു എൻഡ് വരെ നമുക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. വാഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾക്കൊന്ന് എന്താ പറയുക ഹീറ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ നമുക്ക് ക്യാപ്പ് വാങ്ങാൻ കിട്ടും, മസാജിങ് അല്ലെങ്കിൽ ഹീറ്റിംഗ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. നമ്മൾ കറണ്ടിൽ കുത്തിയിട്ട് ഒരു ക്യാപ്പ് പോലെ ഇങ്ങനെ ടൈറ്റായിട്ട് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഈ ആവി വന്നിട്ട് ഒന്ന് വിയർക്കാനും, അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലെ പോൾസൊക്കെ നന്നായിട്ടൊന്ന് ഓപ്പൺ ആവാനും, അതുവഴി നമ്മൾ ഈ പാക്കായാലും ഓയിൽ മസാജ് ചെയ്യുന്ന ടൈമിലായാലും ഒക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഫാസ്റ്റിംഗ് ആയിട്ട് കിട്ടാനും
ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ ഈ ആവി പിടിക്കുന്നത് വഴി. അല്ലാന്നുണ്ടെങ്കിൽ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചെയ്യാവുന്ന ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിലൊരു ടവൽ മുക്കിയിട്ട് അതൊന്ന് തലയ്ക്ക് ചുറ്റി വെച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ റിസൾട്ട് തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ആവി പിടിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, ഹീറ്റിംഗ് ആവി നമ്മൾ ഇപ്പോൾ പനിയൊക്കെ വരുമ്പോൾ ആവി പിടിക്കുന്ന സംഭവം ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യാറ്. അത് വെച്ചായാലും സെയിം റിസൾട്ട് തന്നെ കിട്ടും. എനിക്ക് തോന്നുന്നു തുണി ഇടുന്നതിനെക്കാട്ടും കുറച്ചും കൂടി നല്ലത് ആ മെഷീൻ വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ, നമ്മൾ സാധാരണ മെഷീൻ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി കെട്ടി വെച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ആവി പിടിക്കാൻ പോണേ. ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത ഹെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് അവർ പറയും ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊരു ഹെയർ സ്പാ ഒക്കെ ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ കെരാട്ടിൻ അല്ലെങ്കിൽ ബോട്ടോക്സ് ഒക്കെ ചെയ്ത്, ഞാൻ ബോട്ടോക്സ് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 മാസമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയൊക്കെ എനിക്ക് മടിയാണ് പോകണ്ടേ. നമ്മൾ സംഗതി ഇപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല സുഖമാണ് ഇങ്ങനെ ഇരിക്കും. പക്ഷേ ടൈമും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ, നമുക്ക് പോകാനായിട്ടുള്ള സാഹചര്യം ടൈമൊക്കെ ഉണ്ടാവണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യും. ഇനി ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു ഹെയർ സ്പാ നമുക്ക് സലൂണിൽ ചെയ്യുന്ന പോലെ ക്രീമൊക്കെ മേടിച്ചിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ സാധാരണ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഫേസിലൊക്കെ എന്തെങ്കിലും പാക്കൊക്കെ ഇടുമ്പോൾ നമുക്ക് സ്റ്റീം ചെയ്യേണ്ട സമയം വരുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്യാറ്. കറക്റ്റായിട്ട് നമുക്ക് സ്റ്റീം വരും. ചൂട് കൂടുതൽ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാമല്ലോ, നമ്മുടെ കയ്യിൽ തന്നെ പിടിക്കാം. നിലത്ത് മുട്ടുന്നില്ല. അപ്പോൾ അത് കാരണം ഞാനൊരു ചെയറൊക്കെ വെച്ചിട്ട് അതുമേ കേട്ടോ വെച്ചായിരുന്നു. ഇത് നമ്മുടെ എല്ലാ സ്കാൽപ്പിലും അതുപോലെ മുടിയുടെ തുമ്പത്തൊക്കെ ഈവണായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും ആവി ഒരേപോലെ തട്ടുന്ന രീതിയിൽ. അധികം അങ്ങനെ നമ്മുടെ സ്റ്റീം അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് ആക്കണ്ട കേട്ടോ. ഒരുവിധം നമുക്കറിയാമല്ലോ, ഒരു ചൂട് തട്ടുന്ന രീതിയിൽ അങ്ങനെയൊക്കെ മതി. ഞാനൊരു 10 മിനിറ്റ് നേരമൊക്കെ ചെയ്യും കേട്ടോ. നമുക്ക് നല്ല സുഖമാണ്. ഒരു ചെറിയൊരു ഒന്നാമത് മഴ പെയ്യാണ്, മഴക്കാലമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചൂടൊക്കെ തട്ടുമ്പോൾ നല്ല ഹെയറിനൊക്കെ നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കൂടുതൽ കിട്ടും എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ചെയ്യും. അത് വെച്ചിട്ട് ഇല്ലാണ്ട് അങ്ങോട്ട് ചൂട്ടോടെ കൂടെ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ കുട്ടൂസാണ്ട് എനിക്ക് ഇടയ്ക്ക് ഫോണിൽ ഇങ്ങനെ ഫോട്ടോ ഒക്കെയും തംബ്നെയിലുള്ള ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അവനാണ്. അപ്പോൾ ഞാൻ അവനോട് നല്ലോണം പോലെയൊക്കെ പറഞ്ഞ് അതൊന്ന് ക്ലിക്ക് ചെയ്യിടുക, അതൊന്ന് ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലിരുന്ന് ചെയ്യണ കാരണം ആദ്യത്തെ വീഡിയോ ഞാൻ അന്ന് ഇട്ടില്ലേ, അന്ന് ഇത്തിരി ഇങ്ങനെ നാണക്കേടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നാണക്കേടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിലിരുന്നിട്ടാണ് ചെയ്യുന്നത്. കാരണം ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം, കറണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ലൈറ്റും ഇട്ടിട്ട് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന ഒരു സ്റ്റുഡിയോ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവിടെ ഒരു 2-3 ട്യൂബും റിംഗ് ലൈറ്റൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് ഇൻവെർട്ടറിൻ്റെ ചാർജ് കഴിയണ്ടെന്ന് വെച്ചിട്ട്, പിന്നെ നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് ഇപ്പോൾ കറണ്ട് വന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ പുറത്ത് വന്നിരുന്നിട്ടാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ കുട്ടൂസിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാനിങ്ങനെ സ്റ്റീം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവൻ അവിടെ സ്കൂളിലത്തെ കാര്യങ്ങളും, അപ്പോൾ ഇന്നും നാളേക്ക് ഇനി മുടക്കാണ്, മഴ പ്രമാണിച്ച് മുടക്കാണല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് ചൂടൊക്കെ കൊണ്ട് ഞാൻ വിചാരിച്ചു മതി, 10 മിനിറ്റൊക്കെ ആയിട്ടോ, ഇനി ഹെയർ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പനി മാറിയിട്ടേ ഉള്ളൂ. അധികം നേരം തലയിൽ വെച്ച് കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കിയിട്ട് വേണ്ട ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇനി വാഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ അവനെപ്പോഴും ഇങ്ങനെ ഓരോ സംശയങ്ങളാണ്, സ്കൂളിലത്തെ കാര്യം മുടക്കാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ കഴിഞ്ഞോ, ഇനി പോകണ്ടേ, അങ്ങനെയുള്ളൊരു 100 കൂട്ടം സംശയങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ മറുപടി പറഞ്ഞും അപ്പോൾ അവൻ എത്തിച്ച് നോക്കുന്നുണ്ട് ഇടയ്ക്ക് എന്താണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇങ്ങനെ നല്ല സപ്പോർട്ടാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എനിക്ക് കുട്ടൂസാണ്. ഇങ്ങനെ ഓരോ ഹെൽപ്പ് ചെയ്യാനും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ ഹെയറിൽ ഓരോന്ന് ചെയ്യണതൊക്കെ കാണാനായിട്ട് അവന് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാത്തിനും കൂടെ നിൽക്കും. ഇസേനെക്കാട്ടും കൂടുതൽ കുട്ടൂസാണ് എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. അവൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത്തിരി അറപ്പ് കൂടുതലാണ്. ഹെയറിൽ ഇങ്ങനെ മുട്ട വയ്ക്കല്ലേ. അപ്പോൾ ഇവനാണെങ്കിൽ ഹെയറും ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും ഒക്കെ നല്ല സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കും. സപ്പോർട്ടെന്ന് വെച്ചാൽ ഇഷ്ടമാണ് കേട്ടോ എൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്യാനും സഹായിക്കാനൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ അതില്ലേ ബാക്കിൽ വന്ന് എത്തിച്ച് നോക്കി നിൽക്കാം. ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വാഷ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇതിനിടയിൽ ചെടിച്ചട്ടിയൊക്കെ തട്ടിമറയ്ക്കുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. കാരണം പറയാൻ പറ്റില്ല, കുരുത്തക്കേടിന് കൈയും കാലും വെച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധ മുഴുവൻ അതിലാണ്. അപ്പോൾ എന്താ കണ്ടില്ലേ, ആവി പിടിക്കുന്ന സാധനം അതൊക്കെ മേത്തേക്ക് വീണ എന്താവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു മതി, ഇനി വല്ലാണ്ട് വലിച്ച് നീട്ടണ്ട, നമുക്ക് ഹെയർ വാഷ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ
അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഹെയർ വാഷ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ്, ഞാനൊരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഹെയർ പൊട്ടി പോകാണ്ടിരിക്കാനും പെട്ടെന്ന് ഉണങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഹെയർ ഡ്രൈ ആക്കി കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഉണങ്ങി കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോൾ നന്നായിട്ട് മുടി ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ സലൂൺ ലൈക്ക് സ്പാ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.